എടി ഓമനെ ഇവിടെ ഓടെ പോയതാ. എടി എനിക്ക് പണിക്ക് പോണ്ടേ, ഈ ചായ എടുക്ക്. ഞാനിപ്പോ ചായ എടുത്തു തരാം. ഓമനെ എടുക്കാൻ പറയാ, നീ എടുത്തുകൊണ്ട് വെച്ചോളൂ. സമയം അറിയില്ല എനിക്ക്. നയമ്പ് പറ്റാ ചെറിയ മീൻ വേണ്ട, വലിയ മീൻ വാങ്ങട്ടാ. ഈ 50 ഉറുപ്പിക്ക് എത്ര വലിയ മീനാ ഞാൻ വാങ്ങിക്കുന്നത്? വലിയ മീന് വേണം, പക്ഷെ പൈസയും തരില്ല. ഇവിടെ നിന്നോട്ടാ, കുറച്ചു കഴിഞ്ഞ് കഴിക്കാൻ വരാം കേട്ടോ. ഇവിടെ നിന്നോട്ടാ. ഇപ്പൊ ഒന്നാലെയും ഇവിടെ കൊണ്ട് കെട്ടി, ഇനിയിപ്പൊ എവിടെ കൊണ്ട് മാറ്റി കെട്ടുക? വേറെ എവിടെ പുല്ലുള്ളത്? എത്ര ദിവസം ഇവിടെ തന്നെ കെട്ടുന്നു. നല്ലോണം മേയണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ വയറ് നിറയ്ക്കണം കേട്ടോ. വഴിയാണെങ്കിൽ ഏത് എങ്ങോട്ടാ? ഇറങ്ങാനൊക്കെ മുള്ളും. പനി വരുന്ന പോലെ ഉണ്ട്. ഇത് നരക്ക് കിട്ടാ, നാളേക്ക് വേണ്ട. ഇവിടെ ഓടപ്പ കിടക്ക. എടി ചോറെടുക്ക്. നീ എന്താ ചെയ്യുന്നത്? ഇതാ വരുന്നു. ഇപ്പൊ കൊണ്ടുവരാ ചോറ്. എടി ബാഗ് കൊടുക്ക്. നിന്നെ പറഞ്ഞ വീട്ടിലിരുന്നല്ല, പണിക്ക് പോയതാ. രാത്രി എന്താ കഴിക്കാനുണ്ടാക്കി? രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിയാ? എനിക്ക് എളുപ്പപ്പണിയാണല്ലേ. അതിന് കറി എന്താ? ഉച്ചക്കലത്തെ മീൻകറി ഉണ്ട്, അതുപോലെ. ഉച്ചക്കലത്തെ മീൻ കറിയാ? അതെന്തിനാ? നീ കാര്യം ചെയ്യ്, കുറച്ച് കുറുമി ഉണ്ടാക്ക്. നല്ല വിശപ്പാ, നീ വേഗം ഉണ്ടാക്കണ്ടാ. പുലർച്ചയ്ക്ക് 5 മണിക്ക് എണിച്ചതാ. ഇനി കുറുമക്കറി ഉണ്ടാക്കിയിട്ട് എപ്പോ ഉറങ്ങാനാ? ഇപ്പൊ തന്നെ സമയം 9 മണിയായി. ചേട്ടാ, അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് മറന്നുപോയി, ഒന്ന് അരയ്ക്കോ? എനിക്ക് നല്ല ക്ഷീണം. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. എവിടെ നീ കുറിന്റെ പൈസ കൊടുക്ക്. ഞാൻ ചോറ് കഴിക്കാൻ പോവുക. കുറിന്റെ പൈസ 1 കിലോമീറ്ററോളം നടക്കണം. വണ്ടിയില്ല, ഞങ്ങൾക്കൊന്നും കൊടുത്താൽ പോരെ? ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ പോയി പണിയെടുക്കുന്നതാ, എന്നിട്ടാണ് ഈ പൈസ കിട്ടുന്നത് കേട്ടാ. എന്നിട്ട് കുറിന്റെ പൈസ കൊടുക്കാൻ വയ്യ? ചോറൊക്കെ പിന്നെ കഴിക്കുക. മഴ വരുന്നുണ്ട്, പോത്തുകുട്ടിനെ അഴിക്കാൻ പോകണം. ഞാൻ ചോറ് കഴിച്ചിട്ട് പോയി അഴിച്ചിട്ട് വരാൻ പറഞ്ഞ് നിൽക്കുക. നിങ്ങൾ ഒന്നും കൊണ്ടുപോയി കൊടുക്കുവോ? വെറുതെ ഇത് തിന്നുമ്പോഴേ പലരും തോന്നും. കൊടുക്കണല്ലേ? അത്രയും ദൂരം നടക്കണ്ടേ? ഞാൻ ഒന്ന് മാക്സി മാറ്റി സാരി എടുത്ത് കൊടുക്കട്ടെ? നിന്റെ അടുത്ത് ഞാൻ കല്യാണത്തിന് പോകാനല്ല പറഞ്ഞു, കുറിന്റെ പൈസ കൊടുക്കാനാണ്. സമയം കഴിയും, കൊടുത്തു പറയുന്നത്.
നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവരാം ഇതിന് കൊടുക്കാൻ വയ്യ. പുഴയോർത്ത് തലയിറങ്ങി വീണതാണല്ലേ? എന്താ ചെയ്യാ, അടുത്തിപ്പോ ഒരാൾ കണ്ടതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. ഇതിപ്പോ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് വന്നിട്ടും ഇളയമ്മക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. അങ്കിളെ ഡോക്ടർ പറഞ്ഞത് കേട്ടതല്ലേ, ഇളയമ്മക്ക് തീരെ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തലയിറങ്ങി വീണെന്ന്. റെസ്റ്റ് ഇല്ലായിരുന്നോ? അവൾക്ക് എന്ത് പണി ഇവിടെ? ആകെ എത്ര പോത്ത് കൂട്ടിന് അതാ ഉള്ളു, അതിനെ കൊണ്ട് അവിടെ പാർത്ത് കൊടുക്കണം. അല്ല അപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ ആരാ ചെയ്യുന്നത്? വീട്ടിലെന്ത് പണി മോനെ? അടിക്കാൻ തുടക്കം കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം, ഇതെല്ലാ പണികളും ചെയ്യുന്നതല്ലേ. ഈ വീട്ടിലെ പണി വരുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രം ചെയ്യേണ്ടെന്നല്ലല്ലോ. ഞങ്ങളെ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ വീട്ടിലെ പണി ചെയ്യാൻ പറഞ്ഞ. ഇതിപ്പോ രാവിലെ മുതൽ രാത്രി വരെ റെസ്റ്റ് ഇല്ലാണ്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട പണിയല്ലേ. ഡോക്ടർ പറഞ്ഞത് സമയത്തിന് ഭക്ഷണം കൂടി കഴിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ലാന്ന്. ഞങ്ങളിപ്പോ ഈ അടിച്ചു ഉടച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഒന്ന് പോത്തിന് കെട്ടാൻ പോകാനോ പുറത്ത് സാധനം മേടിക്കാനോ അല്ലെങ്കിൽ കുറിക്കൊക്കെ പൈസ കൊടുക്കാൻ വണ്ടി ഉണ്ടല്ലോ, ഒന്ന് ഞങ്ങൾ പോയാ പോരെ? നീ എന്താണ് അങ്ങനെ പറയുന്നത്? ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇവിടെ കഴിയുന്നു, അത് നീ കാണാത്തെന്താ? നമ്മൾ ഈ ആണുങ്ങള് പുറത്തു പോയി ജോലി ചെയ്യുന്നതിനെ ഇപ്പൊ നല്ല ശമ്പളം കിട്ടുന്നില്ലേ? ഇനിയിപ്പൊ പനി വന്നാലോ വേറെ എന്തെങ്കിലും അസുഖം വന്നാലോ ഇപ്പൊ ഞായറാഴ്ച അടക്കം നമ്മൾ ലീവാക്കുന്നില്ലേ? അതുപോലെയാണ് വീട്ടില് പണിയെടുക്കുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ. അവർക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും ലീവ് കിട്ടുമോ? നീ എത്ര ഭയങ്കര അവര് തന്നെ ഇവിടുത്തെ ചെയ്യണ്ടേ? ഒരു പോലും ശമ്പളം പോലും കിട്ടുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ ആണുങ്ങൾ പറഞ്ഞ് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞാലും അത് മനസ്സിലായെന്ന് വരില്ല. ഒരു കാര്യം ചെയ്യും, ഒരു ദിവസമെങ്കിലും വീട്ടിലെ പണി ചെയ്ത് നോക്ക്. അങ്ങനെ ചെയ്ത ആണുങ്ങള് ഒരിക്കലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. ശരിയെങ്കിലേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ എന്റെ ചങ്കിള് ചെയ്. അല്ല നീ ഇതെന്തൊക്കെ? നിങ്ങൾക്കിപ്പോ ചായ വേണ്ടേ? സമയമായില്ലേ? നിന്റെ അടുത്ത് വയ്യാണ്ടിരിക്കുമ്പോഴേ ഇതൊക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞ. നീ അടുപ്പ് കിടക്ക്, റെസ്റ്റ് എടുത്തോ, ഞാൻ ചെയ്യാം. ഇന്നോമേ ഒരു ചായ ചായ കിട്ടും. ചായ എങ്ങനെയുണ്ട്? നല്ല ചായ.